രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിൽ രാധയുടെ പ്രണയം 104ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാ രാധാഭക്തർക്കും എല്ലാ കൃഷ്ണഭക്തർക്കും സ്വാഗതം. ആദ്യമായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവരോ കാണുന്നവരോ ആണെങ്കിൽ നിങ്ങൾ ഇപ്പം 104 തൊട്ട് കണ്ടു തുടങ്ങുക. പ്ലേലിസ്റ്റ് എടുത്താൽ 1 മുതലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അടുക്കിന് കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കേൾക്കാം. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ. നമ്പർ 96453339 എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് വിളിക്കരുത്. ഞാനത് പ്രത്യേകം എൻ്റെ നാരായണീയം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, 10, 29, 30 അല്ലെങ്കിൽ 35, 40 വയസ്സായിട്ട് നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, രോഗങ്ങൾ കൊണ്ട് വലയുന്നു, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രോബ്ലം അങ്ങനെയൊക്കെ ഉള്ളതിന് വേണം വിളിക്കാൻ. പക്ഷെ പലരും വിളിക്കുന്നത് വളരെ നിസ്സാര കാര്യത്തിന് ഒന്ന് പൊരുത്തം നോക്കുമോ. ഒരാളാണെങ്കിൽ അയച്ചിട്ട് പറയുന്നത് ഈ വർഷം എങ്ങനെയുണ്ടെന്ന് പറയാമോ. അപ്പം എനിക്ക് ഒന്നാമത് സമയമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിസ്സാര കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നതാണ്, അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയാണ് ഓരോരുത്തർ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അവിടെ പൈസ കൊടുത്ത് കിട്ടുമോ? ഒരാളാണെങ്കിൽ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വള ഊരി കാമുവിന് കൊടുത്തു, ഇനി അയാൾ തിരിച്ചു തരുമോ ഇല്ലയോ എന്ന് സാറൊന്ന് ജ്യോതിഷം നോക്കി പറയണം. അപ്പം അതല്ല എൻ്റെ ജോലി. നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗങ്ങൾ കൊണ്ട് വലയുന്നു, വിവാഹം നടക്കുന്നില്ല, ദാമ്പത്യപരമായി ഭയങ്കര പ്രോബ്ലംസ് നിങ്ങൾക്ക് വരുന്നു, ഒരു സുഖജീവിതം കിട്ടുന്നില്ല, അത്തരം സീരിയസ് കാര്യങ്ങൾ മാത്രം ചോദിക്കുക. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിനകത്ത് അഷ്ടാവക്ര ഗീത നിശ്ചയമായും കേൾക്കണം. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. വ്യാഴാഴ്ച ദിവസം അഷ്ടപതി ഉണ്ട്. അഷ്ടപതി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാറിക്കിട്ടും. അഷ്ടപതി കേൾക്കുകയും അഷ്ടപതി വീട്ടിൽ ചൊല്ലുകയും ചെയ്താൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് പുറമെ
വീട്ടിലെല്ലാവരും തമ്മിൽ ഭയങ്കര ഐക്യമുണ്ടാകും. നിങ്ങൾക്ക് ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, പ്രണയ സാഫല്യം കിട്ടും. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ വെള്ളിയാഴ്ചത്തെയും ധർമ്മപദം കേൾക്കണം. അതേ കണക്ക് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ നിശ്ചയമായും കേൾക്കണം. ഏയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. അതായത് എല്ലാ അച്ഛന്മാരും എല്ലാ പെമ്മക്കളും അത് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എന്റെ കൂട്ടത്തിൽ വിളിച്ചോ, എന്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എന്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. 104ാമത്തെ എപ്പിസോഡ്. അതിനു മുമ്പ് ഈ രാധയുടെ പ്രണയത്തിൽ രാധാറാണി കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് ആദിയും അന്തവുമില്ല. രാധാറാണിയുടെ അത്ഭുതം നമുക്ക് എന്താ പറയേണ്ടത്? രാധാറാണിയെ കനിഞ്ഞു വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. കൃഷ്ണനെ വിളിക്കുന്നത് പോലല്ല. രാധാറാണിയെ വിളിച്ചാൽ നിങ്ങൾക്ക് വേഗം ഫലം കിട്ടും. പുരുഷന്റെ മനസ്സറിയാൻ അല്ലെങ്കിൽ ഒരല്പം പാടാണ്. സ്ത്രീയുടെ മനസ്സ് പെട്ടെന്നലിയും. അതുകൊണ്ടാണ് ദേവീ ഭക്തർക്ക് ദേവന്മാരെ ആരാധിക്കുന്നവരുടെ അത്രയും ബുദ്ധിമുട്ടുകൾ വരാറില്ല. നിങ്ങൾ മനസ്സ് നൊന്ന് വിളിച്ചാൽ കേൾക്കും. ദേ കേട്ടുകൊള്ളൂ. സ്മിത ആരാണെന്ന് സ്മിത പറയുന്നുണ്ട്. സ്മിതയ്ക്കുണ്ടായ ഒരനുഭവം, രാധാറാണിയെ വിളിച്ചപ്പോൾ ഉണ്ടായ ഒരനുഭവം സ്മിത പറയുകയാണ്. സ്മിതയുടെ അനുഭവം കേൾക്കുക. അതിനുശേഷം നമ്മൾ രാധയുടെ പ്രണയത്തിലേക്ക് കടക്കുന്നതായിരിക്കും. രാധേ രാധേ. നമസ്കാരം മാഷേ. ഞാനുണ്ടല്ലോ മാഷിൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്, ഞാനൊന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ സാറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, സാർ എങ്ങനെ കൃഷ്ണഭക്തനായി എന്നുള്ള ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. അതൊക്കെ എൻ്റെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. അപ്പം അല്ല ഇന്നിത് ഞാൻ ഓർത്തൊക്കെ ഇത് ഞാൻ ഇന്നൊന്ന് സാറിനോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട്. സോ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇന്നലെ വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ്റെ ഒരു ഫീലിങ്, മതലബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലം. അപ്പം ഞാനോട് ദൈവമേ ഇനിയും ഡോക്ടറിനെ കാണിക്കണം, ഡോക്ടറിൻ്റെ അടുക്കെ പോകണം, ഓഫീസിൽ നിന്ന് അവധി എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ മനസ്സിലോർത്ത് രാവിലെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഓഫീസ് വരെ ചെല്ലാനൊരു 15 മിനിറ്റ്സ് ടൈം എടുക്കും. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓഫീസ് ചെല്ലുന്നിടം വരെ സാറ് പറയുന്ന ആ മന്ത്രം ഉണ്ടല്ലോ, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായ സ്വാഹ എന്നുള്ള ആ മന്ത്രം മനസ്സിലിങ്ങനെ രാധാറാണിയെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ ഓഫീസ് വരെ എത്തി ഞാൻ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ വെച്ചുണ്ടായിരുന്ന ആ പ്രോബ്ലം ഓഫീസിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ആ പ്രോബ്ലം ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു ഫീലിങ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സാറേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ പ്രോബ്ലം എങ്ങനെ അതില്ലാതായി എന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഭയങ്കര അത്ഭുതം. ഞാനിത് സാറിനോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. അപ്പോൾ സ്മിതയുടെ അനുഭവം നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. അതാണ് രാധാറാണി. ഇനിയും സ്മിതയ്ക്ക് ഒരുപാട് പറയാനുണ്ട് കാര്യങ്ങൾ. ഇതുപോലെ ഒരുപാട് പേർക്കുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് നിങ്ങൾ അയച്ചു തരിക. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സാത്യകിയെ തട്ടിക്കൊണ്ടുപോയി. സാത്യകിയെ ഒരു മുറിക്കുള്ളിൽ താമസിപ്പിച്ചു. രാവിലെ ആരോ വന്ന് കതകുകൾ തുറന്നു.
കൃഷ്ണന്റെ വലം കൈയായ സാത്യകി ആ കതക് തുറന്നപ്പോൾ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് കുത്തിക്കയറി. അപ്പോൾ സാത്യകി മനസ്സിലാക്കി ഒരു ചെലങ്കയുടെ ശബ്ദം. അപ്പോൾ ഒരു സ്ത്രീ ശബ്ദം പറയുന്നു, സാത്യകി നീ പുറത്തു വരൂ. സാത്യകി അമ്പരന്ന് പോയി. വില്ലാളി വീരനായ തന്നെ ഒരു പെൺകുട്ടി തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ എന്നെ എന്തിനാണ് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? സാത്യകി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ മടിച്ചു നിന്നു. ആ സ്ത്രീയുടെ പിൻവശം മാത്രമാണ് കാണുന്നത്. എന്തൊരു സൗന്ദര്യമാണ്! ജ്വലിക്കുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞു, സാത്യകി നീ എന്തിനാണ് ഭയക്കുന്നത്? നിന്നെ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല. നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ആംഗ്യം കാണിച്ചതിന് ശേഷം ആ പെൺകുട്ടി മുന്നിലേക്ക് നടന്നു. സാത്യകിക്ക് അനുസരിക്കുകയല്ലാതെ നിവർത്തിയില്ല. എങ്കിലും സാത്യകിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു, ആരാണ് ഈ സുന്ദരി? ആരാണ് ഈ സുന്ദരി? ഈ സുന്ദരിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം? എന്നെ തട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? വിവിധ ചിന്തകളോടൊത്ത് സാത്യകി നടന്നു. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, സാത്യകി നിനക്ക് ഭയമുണ്ടോ? സാത്യകിക്ക് കോപം വന്നു. സാത്യകി പറഞ്ഞു, സാത്യകി ധീരനാണ്. ധീരനായ സാത്യകി ഭയക്കാറില്ല. നീ ആരാണെന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു, ബഹളം വെക്കാതെ സാത്യകി, ബഹളം വെക്കാതെ നീ അവിടെ ഇരിക്കൂ. ആ കാണുന്ന കസാലയിൽ നീ ഇരിക്കൂ. സാത്യകി അവിടെ ഇരുന്നു. അപ്പോൾ ആ പെൺകുട്ടി സാത്യകിക്ക് നേരെ എതിരെ വെച്ചിരുന്ന അതിവിശാലമായ ഒരു സിംഹാസനം പോലെയുള്ള ഇരിപ്പിടത്തിൽ വന്നിരുന്നു. ഒരു കാലെടുത്ത് മറ്റേ കാലിന്റെ മുകളിലേക്ക് വെച്ചു. മുമ്പോട്ട് വീണ് കിടന്നിരുന്ന മുടിയെടുത്ത് പുറകോട്ടിട്ടു. സാത്യകിയെ സൂക്ഷിച്ചു നോക്കി. സാത്യകി തന്റെ നെറ്റിയിൽ കൈവച്ചു. തന്റെ കണ്ണുകൾ തിരുമ്മി ഒന്നും കൂടെ നോക്കി. സാത്യകിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത്, ഇവളാണോ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? ഇവളെന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നത്? അപ്പോൾ ആ പെൺകുട്ടി ഇരുന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ പറഞ്ഞു, നീയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടെ സാത്യകി കണ്ണ് തിരുമ്മി നോക്കി. അതെ, സാത്യകിയെ തട്ടിക്കൊണ്ടുവന്നത് മറ്റാരുമല്ല സത്യഭാമയാണ് സാത്യകിയെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. സത്യഭാമ സാത്യകിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുന്നത്? നീ എന്താണ് ഈ ചെയ്തത്? എനിക്കറിയാം. നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടനാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നത്. അതിനൊരു കഥയുണ്ടല്ലോ സത്യഭാമേ, നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ സത്യഭാമ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് സാത്യകി. അത് മറ്റൊന്നുമല്ലല്ലോ, എൻ്റെ അച്ഛൻ നിന്റെ അച്ഛനോട് ചെന്ന് എനിക്ക് വേണ്ടി നിന്നെ വിവാഹം ആലോചിച്ചു. അപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞു സമ്മതമല്ല, നീയും പറഞ്ഞു സമ്മതമല്ല. പക്ഷെ അതും ഈ തട്ടിക്കൊണ്ടുവരലുമായിട്ട് എന്ത് ബന്ധം? കാരണം എൻ്റെ അച്ഛൻ വന്ന് എന്നെ വിവാഹം കഴിക്കാമോ എന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞ സമയത്ത് എനിക്ക് നിന്നോട് ഒട്ടും സ്നേഹമില്ലായിരുന്നു. കള്ളമാണ് നീ പറയുന്നത്. നീ തട്ടിക്കൊണ്ട് വന്നത് അതിന് പകരം വീട്ടാനാണ്. അതെനിക്ക് നല്ലവണ്ണം അറിയാം. നീ ഒരു കാര്യം നീ വിചാരിച്ചോ, നീ എത്ര എന്നെ തട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും, നീ ഇനി എന്തൊക്കെ ചെയ്താലും നിന്നെ ഒരു കാരണവശാലും ഞാൻ സ്വീകരിക്കത്തില്ല. എന്നെ ഗോവിന്ദനിൽ നിന്ന് അകറ്റാനാണ് നീ ശ്രമിച്ചത്. അതിനുവേണ്ടി മാത്രമാണ് നീ ശ്രമിച്ചത്. നീ എന്നെ ഗോവിന്ദനിൽ നിന്ന് അകറ്റി എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസ പാത്രമാക്കി മാറ്റി. എനിക്ക് ഗോവിന്ദനോടൊപ്പം പോകേണ്ടതായിരുന്നു അഗ്രവനത്തില്. അവര് വരുമ്പോൾ ഞാനില്ലെങ്കിൽ അവരെന്ത് കരുതും? സാത്യകി പേടിച്ചോടി എന്ന് കരുതത്തില്ലേ? അപ്പോൾ സത്യഭാമ പറഞ്ഞു, ശാന്തനാകൂ സാത്യകി, ശാന്തനാകൂ. നിന്റെ എതിർവശം ഇരിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിനോട് നീ എന്തിനാണ് ഇങ്ങനെ കയർക്കുന്നതോ? നീയല്ല എന്നെ തട്ടിക്കൊണ്ടുവന്നത്. നിന്റെ പിതാവ് ഒരു ദുഷ്ടനാണ്. അപ്പൊ സത്യഭാമ പറഞ്ഞു, എൻ്റെ പിതാവിനെ എന്തിനാണ് സാത്യകി ഇങ്ങനെ വെറുതെ പഴി പറയുന്നത്?
എൻ്റെ പിതാവ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല സാത്യകി. നിന്നെ തട്ടിക്കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ്. സത്രാജിത്തിന്റെ മകൾ സാത്യകി തന്നെയാണ് നിന്നെ തട്ടിക്കൊണ്ടുവന്നത്. ഒരു നിമിഷം സാത്യകി ഒന്ന് അമ്പരന്ന് പോയി. കാരണം ഇതെന്തൊരു പെണ്ണാണിത്, ഇതൊരു വല്ലാത്ത പെണ്ണാണല്ലോ. അപ്പോൾ സാത്യകി ചോദിച്ചു, അല്ല നീ എന്നെ തട്ടിക്കൊണ്ടുവന്നു, നീ എന്നെ തട്ടിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നീ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? കള്ളം പറയരുത്. കാരണം നിനക്കെന്നെ തട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് സാധിക്കാനാണ് സത്യഭാമേ? സത്യഭാമ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല, നീ വധിക്കപ്പെടാതിരിക്കാൻ, നിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി. നോക്കൂ, ജയസേനനും കൂട്ടരും നിന്നെ വധിക്കാൻ തീരുമാനിച്ചിരുന്നു, അല്ലയോ സാത്യകി? അന്നത്തെ ദിവസം, അതായത് അഗ്രവനത്തിലേക്ക് പുറപ്പെടേണ്ടതിന്റെ അന്ന് രാവിലെ നീ രഥത്തിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ ജയസേനനും കൂട്ടരും നിന്നെ വധിക്കാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. സാത്യകി പറഞ്ഞു, പച്ചക്കള്ളം, നീ എന്നെ എന്തിന് രക്ഷിക്കുന്നു? നീ എന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ സത്യഭാമ പറഞ്ഞു, പിന്നെ നിന്നെ രക്ഷിക്കേണ്ട ആവശ്യം നിന്റെ കൂടെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാണെന്ന് നീ കരുതിയോ സാത്യകി? നീ ഏതോ ഭയങ്കര സുന്ദരനാണ്, നിന്നെ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നിന്നെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കുന്നു എന്ന് നീ കരുതിയോ സാത്യകി? എങ്കിൽ നീ വിഡ്ഢിയാണ് സാത്യകി. സാത്യകിയുടെ മുഖം ചുവന്നു കൊടുത്തു. സാത്യകി പറഞ്ഞു, പിന്നെ ജയസേനന്റെ വധശ്രമത്തിൽ നിന്നും എന്നെ എന്തിനാണ് നീ രക്ഷിച്ചത്? അപ്പോൾ പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമില്ല, പക്ഷേ ഞാൻ നിന്നെ രക്ഷിച്ചത് മറ്റൊന്നിനുമല്ല, നിന്റെ സഹായം ഗോവിന്ദന് വേണം, ഗോവിന്ദന് നിന്റെ സഹായം വേണം, ഗോവിന്ദന് വേണ്ടിയാണ് നിന്നെ ഞാൻ രക്ഷിച്ചത്. അപ്പോൾ സാത്യകി അമ്പരന്നു, എന്ത് ഗോവിന്ദന് വേണ്ടി നീ എന്നെ രക്ഷിച്ചു വന്നോ? നിനക്കെങ്ങനെ ഗോവിന്ദനോട് ഇഷ്ടം വരും? കാരണം നിന്റെ അച്ഛൻ ഗോവിന്ദന്റെ കഠിനമായ ശത്രുവാണ്. അയാൾക്ക് ഈ ഭൂമിയിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് കൃഷ്ണനാണ്. ആ കൃഷ്ണനെ നീ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. സാത്യകി, നീ വിഷമിക്കണ്ട, നീ വിശ്വസിക്കുകയും വേണ്ട. പക്ഷേ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ ചില പ്രായച്ചിത്തങ്ങൾ ചെയ്തുകൂടാ എന്നുണ്ടോ സാത്യകി? അപ്പോൾ സാത്യകി ചോദിച്ചു, നീ എന്ത് പ്രായച്ചിത്തമാണ് ചെയ്യുന്നത്? എന്ത് പ്രായച്ചിത്തമെന്നോ? ഇതുവരെ നിങ്ങൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ ആര് തന്നെന്നാണ് സാത്യകി നിന്റെ വിചാരം? ഇപ്പോൾ നിങ്ങൾക്ക് അഗ്രവനത്തിലേക്ക് പുറപ്പെടണം. അഗ്രവനത്തിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി നിരവധി രഥങ്ങൾ പുതിയതായി കൊണ്ടുവന്നില്ലേ കൃതവർമാവ്? നിരവധി കുതിരകളെ കൊണ്ടുവന്നില്ലേ? ഈ കുതിരകളും രഥങ്ങളുമൊക്കെ എത്ര രൂപ കൊടുത്താലാണ് കിട്ടുന്നത്? അതെങ്ങനെ വന്നു? നിന്റെ കൃതവർമാവ് അത്രയ്ക്ക് വലിയ പണമുള്ള ഒരു സൈന്യാധിപൻ ഒന്നുമല്ലല്ലോ, പിന്നെ എവിടുന്ന് വന്നു? അപ്പോൾ പറഞ്ഞു, നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഈ രഥവും ഈ കുതിരകളുമൊക്കെ നീ കൊടുത്തു വിട്ടതാണെന്നോ? സത്യഭാമ പൊട്ടിച്ചിരിച്ചിട്ട് ഒരു കുസൃതി കുട്ടിയെ നോക്കുന്ന മട്ടില് സാത്യകിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്തു വിട്ടു എന്നല്ല പറഞ്ഞത്, ഞാൻ മോഷ്ടിച്ചു സാത്യകി. മോഷ്ടിച്ചോ? അതേ സാത്യകി, ഞാൻ മോഷ്ടിച്ചു എൻ്റെ അച്ഛൻ്റെ വകകൾ. എൻ്റെ അച്ഛൻ എത്രമാത്രം കുതിരകൾ നടക്കുന്നു, അതിൽ നിന്ന് കുറച്ച് കുതിരകൾ പോയാൽ ആരറിയാൻ? ഇവിടെ ആർക്കും അറിയില്ല. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എത്ര രഥങ്ങളുണ്ടെന്ന് എൻ്റെ അച്ഛന് പോലും അറിയില്ല. അതിൽ നിന്ന് ഏറ്റവും നല്ല കുതിരകളെയും ഏറ്റവും നല്ല രഥങ്ങളെയും ഞാൻ മോഷ്ടിച്ചു എന്ന് മാത്രവുമല്ല സാത്യകി, പുതിയ ഇതിനേക്കാൾ കൂടിയ കുതിരയും ഇതിനേക്കാൾ കൂടിയ രഥത്തെയും വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സ്വർണങ്ങൾ കൊടുത്തു. നീ സ്വർണം കൊടുത്തുവെന്നോ?
അതേ, ഞാൻ സ്വർണം കൊടുത്തു. അതെങ്ങനെ? നീ എങ്ങനെ സ്വർണം കൊടുക്കും? അതും മോഷ്ടിച്ചതാണ്. നീ എൻ്റെ വീട് നോക്കേ. ആ വീട് അപ്പോഴാണ് സാത്വികി ശ്രദ്ധിച്ചത്. ചുവരുകൾ മുഴുവൻ സ്വർണമാണ്, അതിൻ്റെ മേളിലൊരു മാണിക്യം തിളങ്ങുന്നു. അപ്പൊ സാത്വികിക്ക് മനസ്സിലായി സമന്തകം, സമന്തകം എന്ന മാണിക്യം. അപ്പോൾ പറഞ്ഞു, ഇതിൽ തൊട്ടുകൊണ്ട് എന്തു പറഞ്ഞാലും നമുക്ക് ഇതുകൊണ്ട് ഏതിൽ തൊട്ടാലും സ്വർണമാകും. ഇവിടെ സ്വർണത്തിന്റെ ബഹളമാണ്. അത് ഞാൻ വാരി വാരി കൊടുത്തു. എൻ്റെ പിതാവിന് അറിയില്ല എത്ര സ്വർണമുണ്ടെന്ന്. അങ്ങനെയാണ് കൃതവർമാവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ രഥങ്ങള്, പുതിയ പുതിയ കുതിരകള്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയാണ് സാത്യകി. അപ്പോ സാത്വികി ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് കൃഷ്ണനെ സഹായിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് കാര്യത്തിനാണ് നീ കൃഷ്ണനെ സഹായിക്കുന്നത്? അപ്പോൾ സത്യഭാമ പറഞ്ഞു, നിനക്കറിയണമില്ലേ ഞാൻ എന്തിനു വേണ്ടിയാണ് കൃഷ്ണനെ സഹായിക്കുന്നതെന്ന്? നിനക്കറിയണമില്ലേ? ഞാൻ പറഞ്ഞു തരാം സാത്യകി. സാത്യകി, നീ കേട്ടുകൊള്ളൂ. കുട്ടിക്കാലം തൊട്ടേ എൻ്റെ അച്ഛൻ കൃഷ്ണന്റെ ശത്രുവായിരുന്നു. അച്ഛന് കൃഷ്ണനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ആർക്കും കൃഷ്ണനെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കൃഷ്ണനെ കുറിച്ച് വിരോധമായ കാര്യങ്ങൾ പറയുന്നത് കേട്ടാണ് ഞാൻ വളർന്നത്. പക്ഷേ ആ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഞാൻ കൃഷ്ണനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. കൃഷ്ണനെ എനിക്കിഷ്ടമായിരുന്നു. സാത്വികി അമ്പരന്നു പോയി. എന്താണ് ഈ പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ പരമരഹസ്യമാക്കി വെക്കണം. ഞാൻ ഇപ്പോൾ പറയുന്നത് നീ മറ്റാരോടും പറയരുത്. കൃഷ്ണനോട് പോലും നീ പറയരുത്. എനിക്ക് നീ വാക്ക് തരണം. സാത്വികി പറഞ്ഞു, ഞാൻ വാക്ക് തരുന്നു. പക്ഷേ നീ പറയൂ, നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യം വരണം. അപ്പോൾ പറഞ്ഞു, നീ കേട്ടുകൊള്ളൂ സാത്വികി, സത്യമാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമായിരുന്നു. ഞാൻ കൃഷ്ണനെ സ്നേഹിച്ചിരുന്നു. കൃഷ്ണൻ എൻ്റേതാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വൃന്ദാവനത്തിൽ ഗോപികമാരുമൊത്തുള്ള കൃഷ്ണന്റെ നൃത്തങ്ങളും രാസലീലയും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൃഷ്ണൻ വരികയും രുക്മിണിയെയും ശൈബിയെയും കൃഷ്ണൻ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അവരോട് രണ്ടുപേരോടും കഠിനമായ ദേഷ്യം തോന്നി. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ സാത്വികി? സാത്വികി ചോദിച്ചു, എന്തുകൊണ്ടാണ്? കൃഷ്ണന് ചേർന്ന വധുക്കളല്ല രുക്മിണിയും ശൈബ്യയും. ആ രാജകീയ പ്രൗഢി മാത്രമാണുള്ളത്. അതിനപ്പുറം കൃഷ്ണനെ സഹായിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് രണ്ടുപേർക്കുമില്ല. കൃഷ്ണന് ചേർന്ന പെണ്ണ് സാത്വികി ഞാൻ തന്നെയാണ്. ഒരു നിമിഷം സാത്വികിക്കും തോന്നി, ശരിയാണ്, രുക്മിണിക്കും ശൈബ്യയ്ക്കുമില്ലാത്ത ഒരുപാട് ഗുണങ്ങള് സത്യഭാമയ്ക്കുണ്ട്. എന്തുകൊണ്ടും കൃഷ്ണന് ചേർന്ന ഒരു പെണ്ണ് തന്നെയാണ് സത്യഭാമ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, കൃഷ്ണനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കാനായിട്ട് വൃന്ദാവനത്തിലെ ഗോപികമാർക്കും കഴിയില്ല, രുക്മിണിക്കും കഴിയില്ല, ശൈബ്യയ്ക്കും കഴിയില്ല. അവർക്കാർക്കും കഴിയാത്ത വിധത്തിൽ സന്തോഷിപ്പിക്കാനായിട്ട് ഈ സത്യഭാമയ്ക്ക് കഴിയും. അതുകൊണ്ട് ഞാനാണ് യോജിച്ച പെണ്ണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രുക്മിണിയോട് കഠിനമായ ഇഷ്ടക്കേട് തോന്നി, ശൈബ്യയോടും എനിക്ക് കഠിനമായ ഇഷ്ടക്കേട് തോന്നി. അന്നു തൊട്ട് നാരായണന്റെ പിറകിലൊരു നിഴലായി ഞാനുണ്ട്. ഞാനാണ് കൃതവർമാവിനെ കൊണ്ട് ഈ സഹായങ്ങൾ മുഴുവൻ ചെയ്യിപ്പിച്ചു തരുന്നത്. അതൊക്കെ ഗോവിന്ദന് വേണ്ടിയാണ് സാത്വികി, അല്ലാതെ നിനക്ക് വേണ്ടിയല്ല. നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതും ഗോവിന്ദന് വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, പക്ഷെ ഒന്ന് ഞാൻ പറയാം, സത്രാജിത്തിന്റെ മകളായ നിന്നെ കൃഷ്ണൻ വിവാഹം കഴിക്കില്ല. നിനക്ക് പ്രാന്താണ് സത്യഭാമേ. അത് കേട്ടപ്പോ സത്യഭാമ പൊട്ടി ചിരിച്ചു. അത് സാത്യകിയെ പിന്നെയും അത്ഭുതപ്പെടുത്തി. എന്ത്? സാധാരണഗതിയിൽ സത്യഭാമയ്ക്ക് ദേഷ്യം വരേണ്ടതാണ്. പക്ഷെ സത്യഭാമ പറഞ്ഞു, എൻ്റെ സാത്യകി, നീ ഒരു കാര്യം മനസ്സിലാക്കുക,
അതേ, പ്രണയം കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണിനും മാത്രമാണ് അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ ലഭിക്കുന്നത്. ബുദ്ധിയുള്ള പെണ്ണിന് ഒരിക്കലും അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ ലഭിക്കാറില്ല സാത്യകി. നീ അത് ആദ്യം മനസ്സിലാക്ക്. പെട്ടെന്ന് സത്യഭാമയുടെ മുഖം ഗൗരവം പൂണ്ടു. എന്നിട്ട് സത്യഭാമ പറഞ്ഞു, സാത്യകി, ഇനി നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതിന്റെ പിന്നിൽ ഒരു കാര്യവും കൂടെ ഉണ്ട് സാത്യകി. അപ്പോൾ ചോദിച്ചു, എന്താണ്? നിന്നെ ജയസേനനും കൂട്ടരും കൊല്ലുമെന്ന വിവരം എന്നെ അറിയിച്ച ഒരാൾ. അതെനിക്ക് ഇന്നും ഒരു അത്ഭുതമായി മാറുന്നു. സാത്യകി വീണ്ടും ഞെട്ടി. എന്ത്? സത്യഭാമി, നീയല്ലേ മനസ്സിലാക്കിയത് എന്നെ ജയസേനൻ കൊല്ലുമെന്ന്? അല്ല, അല്ല, ഞാനല്ല മനസ്സിലാക്കിയത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു സന്ദേശം വന്നു. ഒരു പ്രാവിന്റെ കാലിൽ സന്ദേശം കെട്ടിയിട്ടിരുന്നു. ഞാൻ ആ സന്ദേശം എടുത്തു വായിച്ചു. സാത്യകിയുടെ ജീവൻ അപകടത്തിലാണ്. രുക്മിണിയുടെയും ശൈബ്യയുടെയും വാക്കുകൾ കേട്ട് കൃഷ്ണൻ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് സത്യഭാമേ, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരുന്നു, രാധ. സാത്യകി, ആരാണീ രാധ? വൃന്ദാവനത്തിലെ ഏതെങ്കിലും ഗോപികമാരാണോ? വൃന്ദാവനത്തിൽ ഇങ്ങനെ കുറെ പാൽക്കാരി സ്ത്രീകളുണ്ടല്ലോ, അവരിൽ ഒരാളാണോ? സാത്യകി അമ്പരന്നിരിക്കുകയാണ്. സാത്യകി പറഞ്ഞു, രാധ. രാധ, രാധയുടെ സന്ദേശം കിട്ടിയോ? സത്യഭാമ പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യഭാമയെ വൃന്ദാവനത്തിലിരിക്കുന്ന ആ പെണ്ണിന് എങ്ങനെ അറിയാം? അപ്പൊ സാത്യകി ചോദിച്ചു, ഈ രാധ വൃന്ദാവനത്തിലെ പെണ്ണാണെന്ന് ഉറപ്പിച്ചോ? അപ്പോൾ പറഞ്ഞു, വൃന്ദാവനത്തിലെ പെണ്ണായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കൃഷ്ണൻ അവിടെ കുറേ ഗോപികമാരുണ്ടല്ലോ. അപ്പൊ സാത്യകി ചോദിച്ചു, വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഒരു പെണ്ണിന് സത്യഭാമേ എങ്ങനെയാണ് നിന്റെ ഇവിടുത്തെ സ്വാധീനവും നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റുമെന്നും മനസ്സിലാകുന്നത്? ആ ചോദ്യം സത്യഭാമയെ ഞെട്ടിച്ചു കളഞ്ഞു. സത്യഭാമ എന്നൊരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നും അവക്ക് മാത്രമേ ഇപ്പോൾ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്നും വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ മനസ്സിലാകും? സത്യഭാമ പറഞ്ഞു, എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല സാത്യകി, എനിക്ക് അതും കൂടെ അറിയണം. ആരാണീ രാധ? ആരാണീ രാധ എന്ന് എനിക്കറിയണം. അപ്പോൾ സാത്യകിക്കും ഈ രാധാറാണിയെ കുറിച്ച് അത്രയ്ക്കറിയില്ല. സാത്യകിയുടെ ജീവിതം കൃഷ്ണന്റെ വലങ്കൈയാണ്. പക്ഷേ സാത്യകി എന്തും ഏതും രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് സാത്യകിയോട് ഒരിക്കലും തൻ്റെ സ്വകാര്യങ്ങൾ കൃഷ്ണൻ പങ്കുവെക്കാറില്ല. അത് ഉദ്ധവന് മാത്രമേ അറിയൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒന്നുകിൽ കൃഷ്ണനോട് അല്ലെങ്കിൽ ഉദ്ധവനോട് ചോദിക്കാം. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ രാധ എന്തിനാണ് എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത്? അപ്പൊ സത്യഭാമ പറഞ്ഞു, ഓ, നീ പിന്നെയും മണ്ടത്തരം പറയുന്നു. എടാ, നിന്നോടുള്ള താല്പര്യം കൊണ്ടല്ല രക്ഷിക്കാൻ ശ്രമിച്ചത്. ഗോവിന്ദനെ, കൃഷ്ണന് നിന്റെ സഹായം വേണമെന്ന് മനസ്സിലാക്കിയ രണ്ടാമത്തെ സ്ത്രീ. അപ്പൊ സത്യഭാമയോട് പറഞ്ഞു, അവരാദ്യത്തെ സ്ത്രീ എന്ന് പറയുന്നതാണ് സത്യഭാമയെ നല്ലത്. നീ രണ്ടാമത്തെ സ്ത്രീ. കാരണം അവര് പറഞ്ഞത് കൊണ്ട് മാത്രമല്ലേ നീ അറിഞ്ഞത്. സത്യഭാമയുടെ മുഖമൊന്ന് ചുവന്നു. സത്യഭാമ പറഞ്ഞു, അതെ, എന്നെപ്പോലെ കൃഷ്ണനെ സ്നേഹിക്കുന്നു. അപ്പോൾ സാത്യകി പറഞ്ഞു, സത്യഭാമയെപ്പോലെ മാത്രമല്ല, സത്യഭാമയ്ക്കും അപ്പുറം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ ഇത് കൃത്യമായി അറിഞ്ഞത്. അപ്പോൾ സത്യഭാമ തൻ്റെ വിരലുകൾ കൂട്ടിത്തിരുമി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടുപിടിക്കും. ആരാണ് ഈ രാധ എന്ന് ഞാൻ കണ്ടുപിടിക്കും. ഈ രാധയ്ക്കും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് പറ്റിയ ഒരു എതിരാളിയാണോ രാധ? ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ സത്യഭാമയ്ക്കറിയാം. കൃഷ്ണൻ ഒരൊറ്റ പെണ്ണിനോടായിരിക്കും സ്നേഹം, അത് സത്യഭാമയോട്. അതാണ് സാത്യകി എനിക്ക് വേണ്ടത്. സാത്യകി, എനിക്ക് നിന്റെ സഹായം വേണം. അപ്പൊ സാത്യകി ചോദിച്ചു, എന്ത് സഹായം? അതേ, ശത്രുപാളയത്തിൽ നമുക്കൊരാളുള്ളത് നല്ലതല്ലേ? ഒരു കള്ളച്ചിരിയോടുകൂടി പറഞ്ഞു.
എനിക്ക് അറിയണം കൃഷ്ണൻ എപ്പോൾ എവിടെയുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയണം. സാത്വികി പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നെ വിശ്വസിക്കില്ല, അതിന് ഞാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല, മറിച്ച് നിന്റെ പ്രണയം ഞാൻ ഗോവിന്ദനെ അറിയിക്കാം. സത്യഭാമ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പ്രണയം ഗോവിന്ദനെ അറിയിക്കാൻ നിന്റെ ആവശ്യമില്ല സാത്യകി, അത് ഈ സത്യഭാമയ്ക്ക് തന്നെ പറയാൻ അറിയാം. പക്ഷേ സാത്യകി, ഒരു കാര്യം നീ മനസ്സിലാക്കൂ, ഇവിടെ സംഭവങ്ങൾ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് സാത്യകി. അപ്പൊ സാത്യകി ചോദിച്ചു, എന്താണ് സംഭവങ്ങൾ കലങ്ങി മറിഞ്ഞു എന്ന് പറഞ്ഞത്? നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരം ദ്വാരക എങ്ങും വ്യാപിച്ചിരിക്കുന്നു. അതറിഞ്ഞ് ബലരാമൻ ജ്യേഷ്ഠൻ ഉഗ്ര കോപിഷ്ഠനായി മാറിയിരിക്കുന്നു. ബലരാമൻ ജ്യേഷ്ഠൻ ഒരു പറ്റം സൈന്യങ്ങളും അതിരഥന്മാരും സംഘടിപ്പിച്ചുകൊണ്ട് പുഷ്കര തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് ബലരാമൻ ജ്യേഷ്ഠൻ പ്രഖ്യാപിച്ചു, സാത്യകിയെ കൊണ്ടുപോയത് ആരാണെങ്കിലും അവനെ ഞാൻ വധിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്ന് മാത്രവുമല്ല, അദ്ദേഹം എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ സാത്യകിയെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സത്രാജിത്തെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ബലരാമൻ ആരാണെന്ന് നിങ്ങൾ അറിയും, നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സാത്യകി, എൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ട ചുമതലയും എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ബലരാമൻ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് പോകണം. അപ്പോൾ പറഞ്ഞു, ശരിയാണ്, എനിക്കും എത്രയും പെട്ടെന്ന് കൃഷ്ണനോടൊപ്പം എനിക്കും എത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറപ്പെടാം. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞ് ഇവിടുത്തെ ഏറ്റവും നല്ല കുതിരയെയും ഇവിടുത്തെ ഏറ്റവും നല്ല രഥത്തെയും ഏറ്റവും നല്ല തേരാളിയെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ദ്വാരകയിൽ നിന്ന് ബലരാമൻ ജ്യേഷ്ഠൻ പോകുന്നതിന് മുമ്പ് നമുക്കവിടെ എത്തിയിരിക്കണം. വരൂ സാത്യകി. സാത്യകിയുമായി ഇറങ്ങി ആദ്യം ഒരു രഥത്തിനകത്ത് സത്യഭാമ കയറി, അതിന്റെ പിന്നിലുള്ള രഥത്തിൽ സാത്യകി കയറി. അതിനുശേഷം ആ രഥം ദ്വാരക ലക്ഷ്യമാക്കി ചീറിപ്പായുകയായിരുന്നു. ഈ സമയത്ത് ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും ദ്വാരകയിൽ നിന്ന് പുഷ്കര തീർത്ഥത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ബലരാമൻ ജ്യേഷ്ഠനും കൂട്ടരും ദ്വാരകയിൽ നിന്ന് പുഷ്കര തീർത്ഥത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന ആ സമയത്ത് അവർ കാണുകയാണ്, 2 രഥങ്ങൾ ചീറിപ്പാഞ്ഞു വരികയാണ്. അതേ, അതിലെ ഒരു രഥത്തിന്റെ കൊടി കണ്ടപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അത് സാത്യകിയുടെ രഥമാണ്, അത് സാത്യകിയുടെ രഥമാണ്. 2 രഥങ്ങളും വന്നു നിന്നു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ നോക്കിയപ്പോൾ ഏറ്റവും മുമ്പിലുള്ള രഥത്തിൽ നിന്ന് ഒരു സ്ത്രീ രൂപമിറങ്ങുന്നു. ബലരാമൻ ജ്യേഷ്ഠന്റെ കണ്ണുകൾ മഞ്ഞടിച്ചു പോയി. എന്തൊരു സൗന്ദര്യം, എന്തൊരു സൗന്ദര്യം! അവരുടെ ദേഹം മുഴുവനും സ്വർണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വർണത്തെക്കാൾ നിറമുള്ള ഇവൾ, സ്വർണപ്രഭയുള്ള ഇവൾ ആരാണ്? ഇവൾ ആരാണ്? ബലരാമൻ ജ്യേഷ്ഠൻ അമ്പരന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് തൊട്ടു പുറകിലത്തെ രഥത്തിൽ നിന്ന് സാത്യകി ഇറങ്ങി. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, സാത്യകി. സാത്യകി ഓടി വന്ന് ബലരാമൻ ജ്യേഷ്ഠനെ നമസ്കരിച്ചു. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, സാത്യകി, നിന്നെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? നിന്നെ തട്ടിക്കൊണ്ടുപോയവന്റെ പേര് പറയൂ. അവനെ ഈ ബലരാമൻ ജ്യേഷ്ഠൻ ഇന്ന് തന്നെ വധിച്ചിരിക്കും. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ ഒരു പൊട്ടിച്ചിരി കേട്ടു. അത് സത്യഭാമയുടേതാണ്. ബലരാമൻ ജ്യേഷ്ഠൻ അങ്ങ് വല്ലാതായി. സത്യഭാമ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, അത്രയ്ക്ക് ആഗ്രഹം ബലരാമൻ ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ എന്നെ വധിച്ചുകൊള്ളൂ. ഈ സാത്യകിയെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണ്. ബലരാമൻ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നീയോ? ഒരു പെൺകുട്ടിയായ നീയോ? ഞാൻ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംശയമുണ്ടെങ്കിൽ സാത്യകിയോട് ചോദിക്കൂ. അപ്പോൾ ബലരാമൻ ജ്യേഷ്ഠൻ സാത്യകിയോട് ചോദിച്ചു, സാത്യകി, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ?
ഈ പെൺകുട്ടിയാണോ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? സാത്യകി പറഞ്ഞു, അതെ, ഇവളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. ബലരാമൻ ജ്യേഷ്ഠൻ എന്തു പറയണമെന്നറിയാൻ വയ്യ. സാത്യകിയെ തട്ടിക്കൊണ്ടുപോവുക, ആ തട്ടിക്കൊണ്ടുപോയത് ഒരു പെൺകുട്ടിയാവുക, ആ പെൺകുട്ടിയാകട്ടെ സാത്യകിയുമായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഞാനാണ് തട്ടിക്കൊണ്ടുപോയത്, എന്താ എന്നെ വധിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അമ്പരന്ന് ബലരാമൻ ജ്യേഷ്ഠൻ നിൽക്കുകയാണ്. അപ്പോൾ സത്യഭാമ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, എന്താ ബലരാമൻ ജ്യേഷ്ഠ, എന്നെ വധിക്കണ്ടേ? പക്ഷെ ബലരാമൻ ജ്യേഷ്ഠൻ വിചാരിക്കുന്നത്ര എളുപ്പത്തിൽ എന്നെ വധിക്കാൻ കഴിയില്ല. ഞാനും ബലരാമൻ ജ്യേഷ്ഠനോട് പോരാടേണ്ടതായിട്ട് വരും. ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ, എന്തെങ്കിലും സാദൃശ്യം എപ്പോഴെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് പുഷ്കര തീർത്ഥത്തിലേക്ക് പോകണം. നീ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. പറയൂ, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഞാനോ? ബലരാമൻ ജ്യേഷ്ഠ, ഞാൻ സത്യഭാമയാണ്. ഞാൻ സത്രാജിത്തിന്റെ പുത്രി സത്യഭാമ. ബലരാമൻ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി. സത്രാജിത്തിന്റെ പുത്രി സത്യഭാമയോ? അതെ, സത്യഭാമ. ഞാനാണ് തട്ടിക്കൊണ്ടുപോയത് ബലരാമൻ ജ്യേഷ്ഠ. അത് ഇവനെ വധിക്കാതിരിക്കപ്പെടാൻ വേണ്ടിയാണ്. എന്തിനാ നീ ചെയ്തത്? ജയസേനനും കൂട്ടരും കൃഷ്ണന് വേണ്ടി സാത്യകി പുഷ്കര തീർത്ഥത്തിലേക്ക് പോകാൻ പുറപ്പെടുന്നതിന്റെ അന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇവനെ വധിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനപ്രകാരം അവര് സാത്യകിയെ വധിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും നടത്തി. ആ ഗൂഢാലോചന ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് സാത്യകിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്? തട്ടിക്കൊണ്ടുപോയത് ബലരാമൻ ജ്യേഷ്ഠ. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ ചോദിച്ചു, നിനക്കെങ്ങനെ അറിവ് കിട്ടി? ഞങ്ങളെ ഇവിടെയുള്ള ചാരന്മാർക്ക് പോലും കിട്ടാത്ത അറിവ് നിനക്കെങ്ങനെയാണ് കിട്ടിയത് സത്യഭാമേ? സത്യഭാമ പറഞ്ഞു, അതെ, അതിൻ്റെ സത്യാവസ്ഥയും കൂടെ അറിയാനാണ് ബലരാമൻ ജ്യേഷ്ഠ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അല്ലെങ്കിൽ സാത്യകിയെ മാത്രം അയക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ധൈര്യം ബലരാമനെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു. ബലരാമൻ പറഞ്ഞു, സത്യാവസ്ഥ അറിയാനോ? അതെ, ഒരു ദിവസം എനിക്കൊരു സന്ദേശം വന്നു. ഒരു വെള്ളരിപ്രാവിന്റെ കാലിൽ കൊരുത്തു വിട്ടതാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, സാത്യകിയെ വധിക്കാനായി ജയസേനനും കൂട്ടരും പദ്ധതിയിട്ടിരിക്കുന്നു. സാത്യകിയെ രക്ഷിക്കണം. സാത്യകിയുടെ കാര്യം പറഞ്ഞനൊക്കെ കൃഷ്ണനും രുക്മിണിയുടെ വാക്കും ശൈബിയുടെയും വാക്ക് കേട്ട് കൃഷ്ണൻ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ബലരാമൻ ജ്യേഷ്ഠൻ പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് സാത്യകിയെ രക്ഷിക്കാൻ ഇപ്പോൾ സത്യഭാമയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് രാധ എന്ന് കേട്ടതും ബലരാമൻ ജ്യേഷ്ഠൻ ഞെട്ടിപ്പോയി. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, രാധയോ? രാധ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ചോദിച്ചു, ബലരാമൻ ജ്യേഷ്ഠന് രാധയെ അറിയാമോ എന്നോ? രാധയെ അറിയാമോ എന്നോ? അവൾ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജത്തിയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ് ബലരാമൻ ജ്യേഷ്ഠ ഈ രാധ? ഈ രാധയെ കുറിച്ച് അറിയാനാണ് ഞാൻ തന്നെ നേരിട്ട് ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് വന്നത്. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അതൊക്കെ പറയണമെങ്കിൽ ഈ സമയം പോരാ. ഒന്നു മാത്രം നീ മനസ്സിലാക്കിക്കൊള്ളൂ സത്യഭാമേ, വൃന്ദാവനത്തിന്റെ രാജ്ഞിയാണ് രാധ, കൃഷ്ണന്റെ രാജ്ഞിയാണ് രാധ. അല്പം ശബ്ദം താഴ്ത്തി സത്യഭാമയുടെ അടുക്കൽ വന്നിട്ട് ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, അവൻ വിവാഹം ചെയ്തത് രുക്മിണിയായിരിക്കാം, അവൻ വിവാഹം ചെയ്തത് ശൈബിയായിരിക്കാം, പക്ഷേ ഈ ദ്വാരകയിലും കൃഷ്ണന്റെ മനസ്സിലും രാജ്ഞി രാധയാണ്, രാധ മാത്രമാണ്. അപ്പോൾ രുക്മിണി വല്ലാതെ ചുവന്നു. അപ്പോൾ പറഞ്ഞു, ദ്വാരകയിലെ ചാരന്മാര് മനസ്സിലാക്കാത്ത കാര്യം എങ്ങനെ രാധ മനസ്സിലാക്കി? ബലരാമൻ പറഞ്ഞു, അതാണ് രാധ. കംസനെ കൊല്ലുന്നതിന് വേണ്ടി സാന്ദീപ മുനിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ചാരസംഘവും ആയുധ അഭ്യാസ സംഘവും വൃന്ദാവനത്തിൽ പ്രവർത്തിച്ചിരുന്നു. കംസവധം കഴിഞ്ഞിട്ടും രാധ
ആ അഭ്യാസ പ്രകടനങ്ങൾ നിർത്തിയിട്ടില്ല. സാന്ദീപ മുനിയുടെ സഹായവുമുണ്ട്. രാധയുടെ വിദഗ്ധരായ ചാരന്മാര് ആര്യാവർത്തം മുഴുവനും ഉണ്ടെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് രാധ. രാധയ്ക്ക് കൃഷ്ണനോടുള്ള സ്നേഹം അത് വളരെ വലുതാണ് സത്യഭാമേ, അത് വളരെ വലുതാണ് സത്യഭാമേ. അപ്പോൾ സത്യഭാമ ബലരാമൻ ജ്യേഷ്ഠനെ ഒന്ന് നോക്കിയതിനു ശേഷം ബലരാമൻ ജ്യേഷ്ഠനോട് ഒന്നും മിണ്ടാതെ രഥത്തിലേക്ക് കയറി. ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് ബലരാമൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, രാധ രാധ ജീവിതത്തിൽ ആദ്യമായി സത്യഭാമ തനിക്കൊത്ത ഒരു എതിരാളിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. രുക്മിണിയും ശൈബിയും എനിക്കൊത്ത ഒരു എതിരാളിയെ ആയിരുന്നില്ല. പക്ഷേ രാധ സത്യഭാമ ആദ്യമായിട്ട് തനിക്കൊത്ത ഒരു എതിരാളിയെ കണ്ടിരിക്കുന്നു. കാണാം കാണാം. അപ്പൊ ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, നിനക്കൊത്ത എതിരാളിയോ? നീ രാധയുടെ മുന്നിൽ ഒന്നുമല്ല സത്യഭാമേ, രാധയുടെ മുന്നിൽ ഒന്നുമല്ല. സത്യഭാമയുടെ മുഖം ചുവന്നു തൊടുത്തു. സത്യഭാമ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ബലരാമൻ ജ്യേഷ്ഠ, നോക്കൂ, ഞാൻ തെളിയിച്ചു തരും. സത്യഭാമയ്ക്കൊത്ത എതിരാളിയാണ് രാധ, രാധയ്ക്കൊത്ത എതിരാളിയാണ് സത്യഭാമ. ഈ സമയത്ത് ഒരു വെള്ളരിപ്രാവ് ചിറകടിച്ചു പറന്നു വന്നിരുന്നു. അതിന്റെ തൊട്ടുപുറവിന് മറ്റൊരു വെള്ളരിപ്രാവും വന്നു. ഒരെണ്ണം സത്യഭാമയുടെ കയ്യിലിരുന്നു, ഒരെണ്ണം ബലരാമന്റെ കൈകളിലിരുന്നു. സത്യഭാമ തന്റെ കൈകളിലിരുന്ന വെള്ളരിപ്രാവ് അതിന്റെ സന്ദേശം അഴിച്ചു വായിച്ചു. ബലരാമൻ ജ്യേഷ്ഠനും തന്റെ കയ്യിലിരുന്ന വെള്ളരിപ്രാവിന്റെ സന്ദേശം അയച്ചു വായിച്ചു. അത് നോക്കിയ ബലരാമൻ ജ്യേഷ്ഠന്റെ മുഖം ചുവന്നു തൊടുത്തു. സത്യഭാമയുടെ മുഖത്തെ വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തായിരുന്നു ആ സന്ദേശത്തിന്റെ ഉള്ളടക്കം? എന്തുകൊണ്ടാണ് അത് കേട്ടപ്പോൾ ബലരാമൻ ജ്യേഷ്ഠന്റെ മുഖം ചുവന്നു തൊടുത്തു? വിവരണമായത് എന്തുകൊണ്ടാണ്? സത്യഭാമയുടെ മുഖത്ത് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരു മുഖഭാവം ഉണ്ടായത്. അതെ, രണ്ടുപേരും ആ സന്ദേശം വായിക്കുകയാണ്. എന്താണ് ആ സന്ദേശം? അടുത്ത ചൊവ്വാഴ്ച നമുക്ക് കാണാം. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.